പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നല്ല ഫ്ലേവറും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഈ ഒരു രീതിയിലായിട്ട് മന്തി ഉണ്ടാക്കിയെടുക്കുള്ളൂ. അത്രയ്ക്ക് രുചിയുള്ളൊരു മന്തിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല വറുത്തൊന്ന് പൊടിച്ചെടുക്കണം. മന്തിയിലേക്കുള്ള മസാല ഇതുപോലെ ഫ്രഷ് ആയിട്ട് വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂണോളം വലിയ ജീരകം, 2-3 ഏലക്കായ, ചെറിയ 2-3 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, പിന്നെ ഒരു സ്റ്റാർ, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂണോളം മുഴുവൻ മല്ലി എന്നിവയാണ് വറുത്തെടുക്കുന്നത്. ഇതെല്ലാം വറവായി വന്ന് കഴിയുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാത്ത വിധത്തിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ചെറുതാണെങ്കിൽ ഒരു വലിയ ഉള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ വറുത്ത് തണുക്കാനായി മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് 1/4 കപ്പോളം തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും 1 കൈപ്പിടിയോളം മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 1/4 ഭാഗത്തോളം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മസാല നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാം. ഞാനൊരു 2 കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. ഈ ഒരു മാഗ്നേഷൻ നമുക്ക് തലേദിവസം ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോറൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിലേക്ക് മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, മുഴുവൻ കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ ഞാനൊരു 1.5 കിലോ ബസുമതി അരി കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചോറ് നമുക്കൊരു 1/4 ഭാഗത്തോളം വേവിച്ച് ഊറ്റി മാറ്റി വയ്ക്കണം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ എല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ ഓയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓയിൽ തന്നെ നമുക്കിത് ചെയ്തെടുത്താൽ മതി. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കവും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ദം ചെയ്തെടുക്കുമ്പോൾ റൈസിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. പകുതി ഭാഗത്തോളം ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കോരി വെച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെയും വലിയ ഉള്ളിയുടെയൊക്കെ മസാല ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് കൂടെ തയ്യാറാക്കി എടുക്കണം. ചിക്കൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാനാണ്.
ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂണോളം ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ് ആണ്. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, ചിക്കനിലൊക്കെ പുരട്ടി വെച്ചപ്പോൾ കുറച്ച് മസാല മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ഇതുപോലെ ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കിത് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പുകച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് മൂടി വെച്ച് നമുക്കിത് ഒരു 10-20 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കണം. മൂടി വെച്ച ഒരു കനമുള്ള എന്തെങ്കിലും മുകളിൽ വെച്ച് നമുക്കിത് ഒരു 20 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലുള്ള ചിക്കൻ അങ്ങ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചോറ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ശേഷം ചോറിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.